ഹായ് ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ അമീൻ ഗിരി. അപ്പോൾ നമ്മൾ ഡ്രാമയെല്ലാം ചെയ്യാറുണ്ട്, പക്ഷേ മിനി ഡ്രാമ ഇതുവരെയായിട്ടും ചെയ്തിട്ടില്ല. അപ്പം ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുന്ന സമയത്താണ് ദ ക്യൂൺ സിസ്റ്റം എന്ന് പറയുന്നൊരു മിനി ഡ്രാമ എൻ്റെ കണ്ണിൽപ്പെട്ടത്. കണ്ടപ്പോൾ എനിക്ക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ദ ക്യൂൺ സിസ്റ്റം. ഈ ഒരു മിനി ഡ്രാമയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ ഹീറോ, അതായത് അവിടുത്തെ പ്രിൻസ് ലീയുടെ വീട് കാണിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. നമ്മുടെ ഹീറോയുടെ പെണ്ണ് കാണൽ ചടങ്ങാണ്. അതീവ സുന്ദരിയായ ആ വധുവിനെ ഹീറോ കാണുന്നതിനായിട്ട് വരുന്ന സംഭവമാണ്. പക്ഷേ ഇതറിഞ്ഞ നമ്മുടെ ഹീറോയുടെ മുറപ്പെണ്ണാണെങ്കിൽ നൈസായിട്ട് ആ ഒരു പെണ്ണിനെ അങ്ങോട്ട് വിഷം കൊടുത്ത് കൊന്നു കളനാണ്. ശേഷം ആ ഒരു ഭാഗത്ത് നമ്മുടെ മുറപ്പെണ്ണാണെങ്കിൽ കയറിയിരിക്കുകയാണ്. നമ്മുടെ ഹീറോ ശേഷം പെണ്ണിനെ കാണുന്നതിനായിട്ട് അങ്ങോട്ടേക്ക് തന്നെയാണ് വന്നിടം തന്നെ. ആ ഒരു പെണ്ണിൻ്റെ മുഖം തുറന്നു നോക്കുമ്പോൾ ദേഹിരിക്കണം മുറപ്പെണ്ണ്. അവളുടെ അടുത്ത് എൻ്റെ വധു എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവളാണെങ്കിൽ അതുമായിട്ട് ബന്ധമില്ലാത്ത, ഇതേപോലെ എൻ്റെ ചേട്ടൻ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഇതേപോലെ ഭയങ്കരമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നല്ല, ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ നമ്മുടെ ഹീറോ ആണെങ്കിലോ, നീ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, എത്രയും പെട്ടെന്ന് ബാക്കിയുള്ളവരുടെ അടുത്ത് എൻ്റെ വധുവിനെ കണ്ടെത്തുന്നതിനായിട്ട് ഇതേപോലെ ഹീറോ ഓർഡർ കൊടുക്കുകയാണ്. അപ്പോൾ ഹീറോയുടെ കൂടെ ഉണ്ടായിരുന്ന സർവൻസ് ആണെങ്കിൽ ഇതേപോലെ വധുവിനെ തപ്പി നടക്കുമ്പോൾ ഒരു കൈ ആണെങ്കിൽ നേരെ വന്നിങ്ങനെ വീഴാണ്. ആ ഒരു കൈ കണ്ടിട്ട് അവരെല്ലാവരും പേടിക്കുന്നതാണ്. ഇതെന്താ പുതിയൊരു ജീവിയാണോ, ഇനി എന്തെങ്കിലും പുതിയ ജന്മമാണോ എന്നെല്ലാം വിചാരിച്ച്. അപ്പോൾ അതാ നൈസായിട്ട് തലയും പൊക്കി വരികയാണ്. ഇതാണ് നമ്മുടെ ഹീറോയിൻ മൂ. നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഇവിടെ എങ്ങനെയാണ് വന്നത്, ഇത് ഏതാണ് സ്ഥലം, ഇവിടെ എന്തുവാ നടക്കുന്നത്, ഇതൊന്നും അറിയാതെ ആകെ കൺഫ്യൂഷനായിട്ട് ഇരിക്കുകയാണ്. അതേസമയം നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഹീറോയെ കാണുകയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ ഒരു ഗെയിമിനകത്തേക്ക് വന്ന സമയം നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ നമ്മളിപ്പോൾ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണല്ലേ എന്ന് പറഞ്ഞിട്ട് നേരെ പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ഗാട്ട കയ്യിൽ നിന്ന് വാളൂരി എടുത്തിട്ട് ഞാൻ നിന്നെ കൊല്ലും, നീ എന്നെ കൊല്ലും, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നിനക്ക് എന്നെ അറ്റാക്ക് ചെയ്യാം, നമ്മൾ മരിക്കുവാണെങ്കിൽ ഒരുമിച്ചെന്നെല്ലാം പറഞ്ഞ് നമ്മുടെ ഹീറോയിൻ സ്ക്രിപ്റ്റിലെ ഡയലോഗ് വായിക്കുകയാണ്. ഇത് കേട്ടിട്ട് നമ്മുടെ ഹീറോക്കാണെങ്കിൽ ഇതേപോലെ ഇവള് ഭയങ്കര ധൈര്യശാലിയാണല്ലോ എന്നെല്ലാം പറഞ്ഞ് ഭയങ്കരമായിട്ട് നമ്മുടെ ഹീറോയിൻ്റെ മേലെ ഇമ്പ്രസ് ആവണയാണ്. നമ്മുടെ ഹീറോ ആണെങ്കിൽ ചിലപ്പോൾ ഇനി ഇവളായിരിക്കുമോ അച്ഛൻ പറഞ്ഞ പോലെ നമ്മുടെ രാജ്യം കാക്കാനായിട്ട് വന്നിരിക്കുന്ന ദേവത, ഇവളുടെ പൊട്ടൻഷ്യൽ ചെക്ക് ചെയ്യുന്നതിനായിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോയിൻ്റെ വാളൊക്കെ തട്ടിക്കളഞ്ഞിട്ട് നിനക്ക് ഇത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ ഇവിടുത്തെ പ്രിൻസായി എന്നെ തന്നെ ആക്രമിക്കാൻ വരുമെന്നെല്ലാം പറഞ്ഞ് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുകയാണ്. അതേസമയം ആ ഒരു മുറപ്പൻ്റെ മുഖത്താണെങ്കിൽ ആരോരൊറ്റടി കൊടുക്കുകയാണ്. അവരാരും അടിച്ചെന്ന് കാണുന്നില്ല. അപ്പോഴതാ നമ്മുടെ ഹീറോയിൻ കണ്ട ആ ഒരു സുന്ദരനായ പയ്യൻ അവിടെ തെളിഞ്ഞു തന്നെയാണ്. നമ്മുടെ ഹീറോയിൻ ഓടിച്ചാടി അങ്ങോട്ട് വന്നിട്ട് ഹായ് സുന്ദര, നമ്മളിതിന് മുന്നേ കണ്ടിട്ടുണ്ടോ, പരിചയമുണ്ടോ എന്നെല്ലാം ചോദിക്കുമ്പോൾ നമ്മുടെ ഈ ഒരു പയ്യൻ്റെ പേരാണ് ഓ. അവനാണെങ്കിൽ ഞാൻ ഇവിടുത്തെ സിസ്റ്റം കൺട്രോളർ, നീ ഇവിടുത്തെ ഹീറോയിൻ എന്ന് പേര് പറഞ്ഞാണെന്ന് പറഞ്ഞാൽ അവിടുത്തെ രാജ്ഞി. അതേപോലെ നീ പോയിരിക്കുന്നത് ഒരു വീഡിയോ ഗെയിമിലാണ്, വെൽക്കം ടു മൈ ക്യൂൺ സിസ്റ്റം എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഇതിനു മുന്നേ നിന്നെ വെച്ച് വീഡിയോ ഗെയിം ചെയ്ത ആളാണെങ്കിൽ അദ്ദേഹം റിട്ടയറായി, ഞാനാണ് ഇപ്പോൾ ഇവിടെ സിസ്റ്റം മാനേജ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഞാൻ ജയിക്കണമെങ്കിൽ പുറത്തുനിന്ന് ഒരാൾ വന്നുമായിരുന്നു. അപ്പോൾ എൻ്റെ കണ്ണിൽ സിൻസിയറായിട്ടും ഹാർഡ് വർക്കിംഗ് ആയിട്ടും ഭയങ്കരമായിട്ട് ചെയർ ചെയ്ത് നിൽക്കുന്നത് നീയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നിന്നെ കൊണ്ടുവന്നത്. അതേപോലെ തന്നെ ഈ ഒരു ഗെയിം കംപ്ലീറ്റ് ചെയ്താലേ നിനക്കൊടുന്ന് പുറത്തേക്ക് പോകാനും എനിക്ക് ഇവിടെ ഈ ഗെയിമിൽ വിജയിക്കാനും പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി. ഇതേപോലെ നിൻ്റെ കൊല്ലാനായിട്ടാണ് ആ ഒരു മുറപ്പെണ്ണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ഒരു രാത്രി മാത്രം നീ ഒന്ന് സഹിച്ചാൽ മതി, നിനക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാം, അടുത്ത ലെവലിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഹീറോയിനാണ് ഇതെല്ലാം കേട്ടിട്ട് അങ്ങനെ തന്നെയായിരുന്നു, ഇത് കുറച്ച് നേരത്തെ പറഞ്ഞിട്ടാ വെളിവില്ലാത്തവനെന്നെല്ലാം പറഞ്ഞാണ്. അത് മാത്രമല്ല ആ ഒരു മുറപ്പെണ്ണാണെങ്കിൽ ഇന്ന് രാത്രി നിന്നെ വിഷം കൊടുത്ത് കൊന്നതായിരുന്നു, എന്നാൽ നീ അവിടെ നിന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണെന്നെല്ലാം നമ്മുടെ ഓവും പറയണതാണ്. ശേഷം ഹീറോയിൻ ബാക്ക് ടു വീഡിയോ ഗെയിമിൽ വന്ന ഉടൻ തന്നെ നമ്മുടെ ഹീറോയുടെ അടുത്ത് എന്നെ ഇതേപോലെ നിങ്ങളുടെ ആ ഒരു മുറപ്പെണ്ണാണ് കൊല്ലാൻ ശ്രമിച്ചതെന്നെല്ലാം പറഞ്ഞാണ്. ഇത് കേട്ടിട്ട് മുറപ്പെണ്ണാണെങ്കിൽ നിൻ്റെ കയ്യിൽ അതിന് തെളിവുണ്ടോ എന്നെല്ലാം ചോദിക്കുന്നതാണ്. അതിന് നമ്മുടെ ഹീറോയിനാണെങ്കിൽ എൻ്റെ കയ്യിൽ തെളിവൊന്നുമില്ല, പക്ഷേ നീ എന്തുകൊണ്ടാണ് ഈ ഒരു കല്യാണ ഡ്രസ്സിൽ ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു മുറപ്പെണ്ണിൻ്റെ വായടഞ്ഞു പോലെയാണ്. എന്തെങ്കിലും പറഞ്ഞ് പിടിച്ചിരിക്കണമല്ലോ. അപ്പം തന്നെ ഓടി വന്ന് നമ്മുടെ ഹീറോയുടെ അടുത്ത് വന്നിട്ട് ഇല്ല പ്രിൻസ്, ഇതേപോലെ എൻ്റെ ചേട്ടൻ കഷ്ടപ്പെട്ട് യുദ്ധക്കളത്തിൽ നിൽക്കുകയാണ്, ഞാനാണെങ്കിലോ ഇവിടെ ചെയ്യാത്ത കുറ്റത്തിന് ഇതേപോലെ ശിക്ഷ അനുഭവിക്കാൻ പോലെയാണ്, എനിക്ക് നീതി വേണം, ന്യായം വേണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഹീറോയുടെ അടുത്ത് പുലമ്പിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ തന്നെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇതെല്ലാം ഞങ്ങൾ പഴയ കുറേ മൂവീസിലേക്ക് കണ്ടാണ്, ഇനി ഈ അടവൊന്നും പറ്റത്തില്ല, നീ മിണ്ടാതിരിക്കുന്നല്ല നമ്മുടെ ഹീറോയിനും പറഞ്ഞാണ്. ഇതേ സമയം നമ്മുടെ ഹീറോ ആണെങ്കിൽ അപ്പോൾ നിങ്ങളെല്ലാവരും പറയുന്നത് ആയിരിക്കുന്ന വൈൻ ബോട്ടിലാണ് ഇതേപോലെ വിഷം ചേർത്തിരിക്കുന്നത്.
അങ്ങനെയെങ്കിൽ നീ എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ എനിക്കെന്തോ ഭാഗ്യമുണ്ട് അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്നെല്ലാം പറഞ്ഞാണ്. ഓഹോ, അങ്ങനെയെങ്കിൽ നീ രക്ഷപ്പെട്ടില്ലേ, എനിക്ക് ഭാഗ്യം ഉണ്ടാകാമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോ ആ വൈൻ കുടിക്കാൻ വേണ്ടി പോകുമ്പോൾ ഹീറോയിനാണെങ്കിൽ അത് തട്ടി നേരെ താഴത്തേക്ക് ഇടുകയാണ്. അത് താഴെ വീണ് പൊട്ടുമ്പോൾ തന്നെ ആസിഡ് പോലെ എന്തോ പുകയെല്ലാം തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും ഈ ഒരു മുറപ്പെണ്ണാണെന്ന് ചെയ്തതെന്ന് തെളിവില്ല. അതുകൊണ്ട് തന്നെ മുറപ്പെണ്ണിനെ ശിക്ഷിക്കാനും സാധിക്കത്തില്ല. എന്നാലും നമ്മുടെ ഹീറോയിൻ ചെയ്ത ഈ ഒരു പ്രവൃത്തി കൊണ്ട് തന്നെ ഹീറോയ്ക്ക് നമ്മുടെ ഹീറോയിൻ്റെ മേൽ വളരെയധികം ഇമ്പ്രസ് ആവണേണ്. അതുകൊണ്ട് തന്നെ ഗെയിമിൽ നമ്മുടെ ഹീറോയിൻ്റെ പോയിന്റ്സ് അധികരിക്കുകയും അതേപോലെ തന്നെ നമ്മുടെ ഹീറോയിൻ നെക്സ്റ്റ് ലെവലിലേക്ക് കടക്കുകയും ചെയ്യണേണ്. അവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ നെക്സ്റ്റ് ഡേ ആണ് കാണിക്കുന്നത്. നമ്മുടെ ഹീറോയിൻ്റെ മേത്ത് ആ ഒരു വൈൻ ബോട്ടിൽ വീണിട്ട് ചെറിയൊരു മുറിവുണ്ടായിട്ടുണ്ട്. നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇത് എൻ്റെ കയ്യിൽ വീണുകൊണ്ട് ഇത്രയും ഇതെങ്ങാനും ഹീറോ കുടിച്ചിരുന്ന് വെച്ചെങ്കിലോ പിന്നെ എന്ത് സംഭവിച്ചേനെ. എന്നാൽ നമ്മുടെ ഹീറോയിൻ്റെ തൊട്ടടുത്ത് പോവുകയാണെങ്കിൽ നീ എന്തായാലും നല്ല കാര്യമാണ് ചെയ്തിരിക്കുന്നത്, നീ ഇങ്ങനെ പോയി ഇവിടുത്തെ മഹാറാണിയാണ്, എന്നാൽ മാത്രമേ ഈ വീഡിയോ ഗെയിം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ വന്ന് ഞാനും ഒരു ഹീറോയിൻ്റെ റോള് കൈകാര്യം ചെയ്യാനാണ്, ഞാനത് കലക്കും തിമിർക്കും എന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ ഈ ഒരു ഊവാണെങ്കിൽ അതെല്ലാം ശരി തന്നെയാണ്, പക്ഷേ അതെല്ലാം കുറച്ച് ടഫാണ്. നീ എന്തായാലും ഹീറോയുടെ അടുത്ത് വളരെ നല്ല രീതിയിൽ അടുത്തടുത്ത് പെരുമാറണം. ഹീറോക്ക് നിന്നെ വളരെ നല്ല രീതിയിൽ ഇഷ്ടപ്പെടണം, എന്നാൽ മാത്രമേ നമുക്ക് ഈ ഗെയിം വിജയിക്കാൻ പറ്റത്തുള്ളൂ. അതേപോലെ നീ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഒരു കാരണവശാലും നീ ഹീറോയെ പ്രണയിക്കരുത്. അങ്ങനെയെങ്ങാനും നീ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു ഗെയിമിൽ നിന്ന് നമുക്കാർക്കും പുറത്തേക്ക് പോകാൻ പറ്റത്തില്ല എന്ന് നമ്മുടെ ഈ ഒരു ഊവാണെങ്കിൽ വാൺ ചെയ്ത് വിടണമാണ് നമ്മുടെ ഹീറോയിന്. ചേച്ചേ വന്ന് ആരെങ്കിലും വീഡിയോ ഗെയിമിലുള്ള ഒരു ക്യാരക്ടറെ ലവ് ചെയ്യോ? അതൊന്നും പറ്റത്തില്ല. എന്നാലും എനിക്ക് മാറ്റാനൊരു ഡ്രസ്സ് വേണമെന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ ഊവാണെങ്കിൽ അലമാര തുറന്ന് കാണിച്ചു കൊടുക്കുകയാണ്. അതിനുള്ളാണെങ്കിൽ നിറച്ചും ഡ്രസ്സാണ്. നമ്മുടെ ഹീറോയിനാണെങ്കിൽ എനിക്ക് അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞാൽ അതെല്ലാം കയറി പിടിക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മുടെ ഊവാണെങ്കിൽ ബേബി ഇതൊന്നും അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല, നിനക്ക് ഇതിലുള്ള ഈ ഡ്രസ്സൊക്കെ വേണമെങ്കിൽ നീ കുറേ പോയിന്റ്സ് ഇതേപോലെ കൈകാര്യം ചെയ്യണമെന്നെല്ലാം പറഞ്ഞാണ്. അതേസമയം താഴെയാണെങ്കിൽ ഇതേപോലെ ഒരു മൊബൈൽ ഇരിക്കുന്നുണ്ട്, അത് എനിക്ക് വേണമെന്ന് പറഞ്ഞ് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ അതിന് നീ പോയിന്റ്സ് മാത്രം എടുത്താൽ പോരാ, നീ നിറയെ ലെവൽസ് അൺലോക്ക് ചെയ്യണമെന്നെല്ലാം പറഞ്ഞാണ്. ഇതേ സമയം നമ്മുടെ ആ ഒരു ഹീറോയുടെ ഈ ഒരു മുറപ്പെണ്ണ അങ്ങോട്ടേക്ക് തന്നെയാണ്. മുറപ്പെണ്ണെ കണ്ടിട്ട് നമ്മുടെ ഹീറോയിൻ മര്യാദ കൊടുത്തില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് കൂടെ ഉണ്ടായിരുന്ന വാലിക്കാരുടെ അടുത്ത് നമ്മുടെ ഹീറോയിനെ അടിക്കാൻ പറഞ്ഞാണ്. എന്നാൽ വാലിക്കാരിയാണെങ്കിലോ എന്നെപ്പോലെ ഒരു സുന്ദരിയായ ഒരാൾ തന്നെയാണ്, അതും എന്നെക്കൊണ്ട് ആ ഒരു എന്താ പറയുക പെണ്ണിനെ അടിക്കാൻ സാധിക്കത്തില്ല എന്ന് ന്യായമായ രീതിയിൽ സംസാരിക്കുകയാണ്. ഇത് കേട്ടിട്ട് നമ്മുടെ ഹീറോയിനും ആ ഒരു വാലിക്കാരി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടണതാണ്. നീ അവളെ അടിച്ചില്ലെങ്കിൽ എന്താ പ്രശ്നം, ഞാൻ അവളെ അടിച്ചോളാം എന്നെല്ലാം പറഞ്ഞ് നമ്മുടെ ഹീറോയിൻ്റെ ഒരു മുറപ്പെണ്ണാണെങ്കിൽ ഹീറോയിനെ അടിക്കാനായിട്ട് കൈയും പൊക്കി വരുമ്പോൾ നമ്മുടെ ഹീറോ വന്ന് കൈ കയറി പിടിച്ച് വലിച്ചപ്പുറത്തേക്ക് മാറ്റിയിട്ട് നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ ആളെ തല്ലും, ഇനി എങ്ങാനും ഇവളുടെ നേരെ കൈയും പൊക്കി വന്നു കഴിഞ്ഞാൽ നിന്നെ ഞാൻ നല്ല രീതിയിൽ ശിക്ഷിക്കും, നിൻ്റെ കൈയെല്ലാം ഒടിച്ചളയുന്നെല്ലാം പറഞ്ഞിട്ട് നിൻ്റെ ധൈര്യവും സാമർഥ്യവും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, നിനക്ക് ഞാൻ ഒരു പ്രമോഷൻ തരാമെന്നല്ല നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറഞ്ഞാണ്. കാരണം നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ ഈ ഒരു ക്യൂവിൻ്റെ ഒരു പോസ്റ്റിലേക്ക് ഈ ഒരു ഗെയിമിൽ മത്സരിക്കുവാണല്ലോ, ഇതിൽ ഓരോ ഘട്ടം വിജയിച്ച് വന്നാൽ മാത്രമാണ് ലാസ്റ്റ് ക്യൂനാവാൻ സാധിക്കത്തുള്ളൂ, അതാണ് ഈ ഒരു ഗെയിമിൻ്റെ ഇത്. അപ്പോൾ അതേസമയം അങ്ങോട്ടേക്ക് പ്രത്യക്ഷപ്പെടണതാണ്. ഈ ഒരു കാരണവശാലും ഈ ചാൻസ് നഷ്ടപ്പെടുത്തരുത്, കാരണം ഈ ഒരു ചാൻസ് മുഖാന്തരം നമുക്ക് എന്തായാലും ഈ ഒരു രാജ്യത്തിൻ്റെ ക്യൂനാവാൻ പറ്റും, അതുകൊണ്ട് നീ ഇത് മിസ് ചെയ്തിരുന്നെല്ലാം പറയുമ്പോൾ അവൻ ഹാൻസം ആണ് എന്നുള്ള പേരിൽ അവൻ പറയുന്ന എല്ലാം എനിക്ക് അങ്ങോട്ട് അനുസരിച്ച് കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടില്ല, അവൻ്റെ മൂത്തേക്ക് നോക്കി അവനെ കണ്ടാൽ തന്നെ അറിയാം അവനൊരു പ്ലേ ബോയ് ആണെന്ന്. നമ്മുടെ ഹീറോയിനെ തവരെ വേറെ ആർക്കും പൂവിനെ കാണാൻ പറ്റത്തില്ല, അതുകൊണ്ട് തന്നെ ഹീറോയിൻ ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയിൻ എന്തോ ഭ്രാന്താണെന്ന് എല്ലാവരും ചിന്തിക്കുന്നതാണ്. നോ നെവർ ഈ ഒരു പ്ലേ ബോയ്ക്കും വേണ്ടി അവൻ പറയുന്ന വാക്കൊന്നും ഞാൻ കേൾക്കില്ലെന്ന് പറയുമ്പോൾ നമ്മുടെ പൂവാണെങ്കിൽ നൈസായിട്ടൊന്ന് തള്ളിയിറങ്ങാണ്. ആ ഒരു തള്ളിൽ നമ്മുടെ ഹീറോയിൻ നേരെ പോയിട്ട് ഹീറോയുടെ നെഞ്ചത്താണെങ്കിൽ നൈസായിട്ടൊരു ഉമ്മ കൊടുക്കുകയാണ്. ഈ ഒരു ഉമ്മയോടുകൂടി തന്നെ നമ്മുടെ ഹീറോ പറഞ്ഞ ആ ഒരു കോൺസെപ്റ്റിൽ ഹീറോയിൻ താല്പര്യപ്പെട്ടു എന്ന് മനസ്സിലാക്കണതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നതിനായിട്ട് ഞാൻ ഒരു കാര്യം കൂടി പറയാം. നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ ഉള്ള സ്റ്റേജ് എന്ന് പറയുന്നത് വാലിക്കാരി, അതായത് സുന്ദരികൾ. നമ്മുടെ ഹീറോയുടെ കീഴിൽ കുറേ സുന്ദരികളുണ്ട്, അതിലൊരാളും മാത്രമാണ് നമ്മുടെ ഹീറോയിൻ. ഇനി ആ ഒരു ലെവലിൽ നിന്ന് വേണം ഉയർന്ന് ക്യൂൻ എന്ന പൊസിഷനിലേക്ക് വരാൻ. ശേഷം കാണിക്കുന്നത് നേരത്തെ കണ്ട ആ ഒരു സുന്ദരിയും നമ്മുടെ ഹീറോയിനും തമ്മിൽ സംസാരിക്കുകയാണ്. ആ ഒരു സുന്ദരിയാണെങ്കിൽ ഇതിനു മുന്നേ കുറേ പേര് ഇതേപോലെ വന്നിട്ടുണ്ട്, അവരാരും ഹീറോയുടെ അടുത്ത് ഇത്ര അടുപ്പത്തിൽ നിന്നിട്ടില്ല. ഞാൻ വരെ 6 മാസമായി വന്നിട്ട്, പക്ഷേ എൻ്റെ അടുത്ത് പോലും ഹീറോക്ക് ഇത്ര ഇൻട്രസ്റ്റ് ഇല്ല, നിങ്ങളുടെ അടുത്ത് എന്തോ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ എന്തോന്ന് ഇത്രയും സുന്ദരിമാരെ
ഹീറോ വെച്ചോണ്ടിരിക്കണേ എന്തുവാ അതിലെന്തോ ഒരു കുട്ടൻസ് ഉണ്ട്, ഹീറോ ആനയാണ്, പുലി, ചക്ക, മാങ്ങ അതൊക്കെ വേണമെന്നില്ല ഇങ്ങനെ ചോദിക്കുമ്പോൾ എന്താ നിങ്ങൾ പറയുന്നത് പറയുമ്പോൾ ഓ അതൊക്കെ വിട്, ഞാൻ എന്ത് വന്നാലും ഹീറോയുടെ ആ ഒരു മുറപ്പെണ്ണിനെ ഞാൻ എന്തായാലും പൊറുക്കത്തില്ല, അവളെ എന്നെ കുറേ വിഷമിപ്പിച്ചു, ഞാൻ അവളോട് എന്തായാലും പൊറുക്കത്തില്ല എന്നെല്ലാം പറയുമ്പോൾ അവിടെ നമ്മുടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. വാവ് സൂപ്പർ, ഞാൻ വിചാരിച്ചില്ല എത്ര പെട്ടെന്ന് നീ ഭയങ്കരമായിട്ട് ഈ ഒരു ഗെയിമിൽ അഡിക്റ്റ് ആവുമെന്നും ഈ ഒരു ക്യാരക്ടറിനൊത്ത് ഇണങ്ങുമെന്നും. ശരി, ഞാൻ നിനക്കൊരു ടാസ്ക് തരാം, നീ നേരെ പോയിട്ട് ഹീറോയുടെ മുറപ്പൻ്റെ മുഖത്ത് എന്തെങ്കിലും ഇങ്ങനെ കുത്തി കുറച്ച് വെക്ക്, അങ്ങനെയാണെങ്കിൽ നിനക്ക് 10 പോയിന്റ് എക്സ്ട്രാ എന്ന് പറഞ്ഞാണ്. നമ്മുടെ ഹീറോയിനും ഇത് കേട്ടിട്ട് നേരെ ചെന്നിട്ട് ഡയറക്റ്റായിട്ട് ഇതേപോലെ ആ ഒരു മുറപ്പെണ്ണ മേത്ത് കുത്തിവരക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മുടെ ഈ മുറപ്പെണ്ണാണെങ്കിൽ അവളുടെ അസിസ്റ്റൻറ്റിനെ വെച്ചിട്ട് നമ്മുടെ ഹീറോയിനെ ബ്ലോക്ക് ചെയ്തിട്ട് മുഖത്ത് ലൂസർ എന്ന് എഴുതി വെക്കണതാണ്. ഇതെല്ലാം കണ്ടിട്ട് ആണെങ്കിലോ ഞാൻ നിന്നെ വെറുതെ കുറച്ച് കൂടുതൽ കണ്ട്, നീ വെറും കുറവാണ്, ഞാൻ നിനക്ക് വേറൊരു ടാസ്ക് തരാമെന്നല്ല നമ്മുടെ ഈ ഒരു പറയണതാണ്. ശേഷം ആണെങ്കിൽ നെക്സ്റ്റ് ടാസ്കിലെങ്കിലും നീ നമ്മുടെ ഹീറോയെ സെഡ്യൂസ് ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ എന്ത് ഞാൻ അവനെ സെഡ്യൂസ് ചെയ്യണമെന്നെല്ലാം ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടിട്ട് നമ്മുടെ ഹീറോ പുറകിൽ വന്നിട്ടുണ്ടായിരുന്നു. എന്ത് നീ ആരെയും സെഡ്യൂസ് ചെയ്യണ കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോയിൻ പെട്ടുപോയി എന്ന് പറഞ്ഞിട്ട് ഓ മൈ ലോഡ് എന്നോട് ക്ഷമിക്കണം, അത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് വെമ്പുമ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ മുഖത്ത് പാണ്ടാക്കരടിയെപ്പോലുള്ള രൂപം കണ്ടിട്ട് നമ്മുടെ ഹീറോ ചിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ എന്താ എൻ്റെ മുഖം ക്യൂട്ടായിട്ടുണ്ടോ, ഇത് എവിടെ ഉണ്ടോ എന്ന് നോക്കുമ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ കയ്യിലുണ്ടായിരുന്നൊരു ടവല് വെച്ചിട്ട് മുഖം ഇങ്ങനെ തുടച്ചു കൊടുക്കുന്നതാണ്. ശേഷം നമ്മുടെ ഈ ഹീറോയിൻ്റെ മുഖം ഇങ്ങനെ തുടച്ചെടുക്കുമ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് എന്നെ കളിയാക്കിയിട്ട് ഇതേപോലെ സ്നേഹം കാണിക്കണമെന്ന് പറയുമ്പോൾ ഇതേപോലെ തുടച്ചെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ എനിക്ക് നിന്നോട് വളരെ നല്ല ഇഷ്ടമുണ്ടെന്നല്ല നമ്മുടെ ഹീറോയും പറഞ്ഞാണ്. ശരി, നിനക്ക് ഞാൻ നല്ല ഡ്രസ്സെല്ലാം വാങ്ങിത്തരാമെന്ന് പറഞ്ഞാണ്. ഇത് കേട്ടിട്ട് നമ്മുടെ ഹീറോയിനും ആകെ സന്തോഷമാണ്. നമ്മുടെ ഹീറോയിൻ ഹീറോയെ സന്തോഷപ്പെടുത്തി ഇമ്പ്രസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ആണെങ്കിൽ ഹീറോയിന് കുറേ പോയിന്റ്സ് കൊടുക്കണം. ശേഷം നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഒരു മൂലയിലിരുന്ന് കുക്കീസ് എല്ലാം തിന്നുമ്പോൾ അങ്ങോട്ടേക്ക് വന്നിട്ട് നീ എന്താണ് ഈ ചെയ്യുന്നത്, നിനക്കറിയാൻ പാടില്ല, നീ ഹിസ്റ്റോറിക്കൽ ഡ്രാമയൊന്നും കാണാറില്ലേ, അതിൽ നീ കണ്ടിട്ടില്ലേ ഇതേപോലെ ഒരു വിഷയമില്ലെങ്കിലും ഒരു ഡ്രസ്സ് ഇട്ടിട്ട് കാറ്റിൽ പാറണ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതൊക്കെ ഒരു സംബന്ധമില്ലാതെ അതേപോലെ നിനക്കും ചെയ്തിട്ടുണ്ടെന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ ഹീറോയിനും അതൊക്കെ ശരിയാണ്, പക്ഷേ എനിക്ക് ഈ ഒരു ഗെയിമിൽ വിജയിക്കാൻ പറ്റുമോ, ഇനിയൊരു പക്ഷേ ഞാൻ മരിച്ചു വയ്ക്കുന്നുണ്ട് തിരിച്ചു വരുമെന്നെല്ലാം ചോദിക്കുമ്പോൾ നമ്മുടെ ആണെങ്കിൽ ഈ ഒരു ഗെയിമിൽ നീ മരിച്ചു പോയി കഴിഞ്ഞാൽ ഇവിടെ നിൻ്റെ ചാപ്റ്റർ തീരും, അതേപോലെ തന്നെ മോഡേൺ വേൾഡിൽ നിൻ്റെ കാര്യം ഗോവിന്ദാന്നെല്ലാം പറഞ്ഞാണ്. ശേഷം നമ്മുടെ ഹീറോയിനാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടാസ്ക് തരാൻ പറയുമ്പോൾ നമ്മുടെ ആണെങ്കിൽ ശരി അങ്ങനെയാണെങ്കിൽ നീ നേരെ ചെന്നിട്ട് ഹീറോയെ കിസ് ചെയ്യാൻ പറഞ്ഞാണ്. നമ്മുടെ ഹീറോയിൻ എങ്ങനെ ഹീറോയെ കിസ് ചെയ്യുമെന്നെല്ലാം പറഞ്ഞ് ആലോചിച്ചുകൊണ്ട് എംബ്രോയിഡറി ചെയ്യുമ്പോൾ നമ്മുടെ ഹീറോ അങ്ങോട്ടേക്ക് വന്നിട്ട് എന്ത് നീ നമ്മുടെ ഈ രാജ്യത്തിൻ്റെ പ്രൈം മിനിസ്റ്ററാണ്, ആ ഒരു പ്രൈം മിനിസ്റ്റർ ഇതേപോലെ എംബ്രോയിഡറി എല്ലാം ചെയ്യുന്നതെന്നെല്ലാം നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് ചോദിക്കുന്നതാണ്. അതേസമയം നമ്മുടെ ഹീറോയിനാണെങ്കിൽ അപ്പോൾ ഞാൻ വലിയ ഇടത്തിലെ പെണ്ണാണല്ലേ, അപ്പോൾ നമുക്ക് കുറേ പേരും കുഴപ്പമൊക്കെ ഉണ്ടാവുമല്ലോ എന്നല്ല ഇങ്ങനെ ആലോചിച്ച് എംബ്രോയിഡറി ചെയ്യുന്നതിനിടയിൽ കയ്യിൽ ഇങ്ങനെ കുത്തുകൊള്ളണയാണ് സൂചി വെച്ചിട്ട്. അപ്പോൾ ഈ ഹീറോ ആണെങ്കിൽ എന്തിനാണ് നീ കഷ്ടപ്പെട്ട് ഇതെല്ലാം ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ഇനിയൊരു പക്ഷേ ഭാവിയിൽ നമ്മൾ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ തന്നെ എനിക്കൊരു പണി അറിയത്തില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ ബ്ലെയിം ചെയ്താലെന്നെല്ലാം ചോദിക്കുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇവിടെ കുറേ ജോലിക്കാരുണ്ട്, അവരെന്തെല്ലാം ചെയ്തോളൂ എന്നെല്ലാം പറഞ്ഞിരിക്കുകയാണ്. ശേഷം നമ്മുടെ ഹീറോയിൻ തിരിഞ്ഞ് നോക്കുമ്പോൾ ഹീറോ ഡ്രസ്സ് ഇങ്ങനെ മാറ്റി നിൽക്കുകയാണ്. നമ്മുടെ ഈ ഹീറോയിനാണെങ്കിൽ ഹീറോയുടെ അടുത്ത് മൈലോഡ് നിങ്ങളൊരു കാര്യം ഓർക്കുക, എൻ്റെ കൂടെ റിലേഷൻഷിപ്പ് വെക്കണമെങ്കിൽ തന്നെ ഇതേപോലെ നമ്മൾ തമ്മിൽ അങ്ങനെ ഇങ്ങനെയൊന്നും നടക്കൂല, കാരണം നിങ്ങൾ ഇതിനു മുന്നേ കുറേ പെൺപിള്ളേരെ കണ്ടുണ്ടാവും, പക്ഷേ അവരുടെ ആരുടെയും കൂട്ടല്ല ഞാൻ എന്നല്ല നമ്മുടെ ഹീറോ ഇങ്ങനെ പറയുമ്പോൾ ഹീറോ ആണെങ്കിൽ വളരെ നല്ല രീതിയിൽ ഇമ്പ്രസ് ആവണേണ്. ശരി അതൊക്കെ കുഴപ്പമില്ല, എന്നാലും നമുക്ക് തമ്മിൽ ഒരുമിച്ച് കിടക്കാലോ എന്ന് പറഞ്ഞ് ഹീറോയിനെ നേരെ കട്ടിലേക്ക് പിടിച്ചിട്ടിട്ട് അവിടെ ഒരു കിസ്സിങ് സീൻ നടക്കുകയാണ്. ഈ ഒരു ടാസ്ക് ഒക്കെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഡ്രസ്സെല്ലാം കിട്ടിയിരിക്കുന്നതാണ് കുറേ, അതെല്ലാം കണ്ട് സന്തോഷിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ അടുത്തേക്ക് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഒരു പേടിയാണ്, ഇനി എങ്ങനെ ഞാൻ എന്നെ സ്നേഹിക്കുമെന്ന്, അതുകൊണ്ട് തന്നെ ശരി ഇനി മതി ഇനി പുറത്തേക്ക് എന്ന് പറഞ്ഞ് ഹീറോ ഇങ്ങനെ തള്ളിപ്പോറിനിടുമ്പോൾ ഹീറോ ആണെങ്കിൽ ഹീറോയിനോട് ദേഷ്യപ്പെടുന്നതാണ്. ഞാൻ പോട്ടെ എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ നീ എന്തേ കാണിക്കുന്നത്, ഇതുവരെ ഒരു പെങ്കൊച്ച് പോലും എൻ്റെ അടുത്ത് ഇങ്ങനെ കാണിച്ചിട്ടില്ല എന്നെല്ലാം പറഞ്ഞ് ഹീറോയിൻ്റെ അടുത്ത് ദേഷ്യപ്പെടണതാണ്. ഇതേ സമയം തിരിച്ച് നമ്മുടെ ഹീറോയിനും ദേഷ്യപ്പെടാൻ തുടങ്ങുകയാണ്. നമ്മുടെ ഹീറോ ആണെങ്കിൽ ശരി ഞാൻ നിൻ്റെ അടുത്ത് ഇനി കിടക്കണില്ല, ഞാൻ ഇനി ആ ഒരു ബ്യൂട്ടി, അതായത് നമ്മൾ നേരത്തെ കണ്ടില്ലേ ഹീറോയിൻ ആയിട്ട് ഇഷ്ടപ്പെട്ടില്ലേ ഹീറോയിനെ, ആ പെണ്ണിനെ കണ്ടിട്ട് ബാല്യക്കാരി, അവളുടെ കൂടെ പോയി കിടന്നോളാന്ന് പറഞ്ഞിട്ട് അവളുടെ ഒരു ബൈലിന്നാണ് ബൈലിയുടെ കൂടെ പോയി കിടന്നോളാന്ന് പറഞ്ഞിട്ട് ബൈലിയുടെ അടുത്തേക്കില്ലാണ്. ബൈലിയാണെങ്കിൽ ഒരു വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് പൈ വരുമ്പോൾ നമ്മുടെ ഈ ഹീറോ ആണെങ്കിൽ എന്നോട് ഞാൻ എത്ര വർഷം പറഞ്ഞിരിക്കുന്നു ഈ ഒരു
ഒരു പേര് പറഞ്ഞാണ് ഇപ്പോൾ ആ പേര് കിട്ടിയിട്ടില്ല. അപ്പോൾ ആ ഒരു പേര് ഞാൻ പറയാം. അതുകൊണ്ട് തന്നെ നീ എന്തിനേയും ഡ്രസ്സ് കിട്ടണമെന്നേ അവൾ ഉറപ്പിക്കുന്ന ഒരു ഡ്രസ്സ് ഇട്ട് വരാൻ പാടില്ലെന്നെല്ലാം പറയുമ്പോൾ, ഓ മൈ ലോഡ് എന്തുകൊണ്ടാണ് എൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നതെല്ലാം പറയുമ്പോൾ നമ്മുടെ ഹീറോ ആണ്, നീ പേടിക്കേണ്ട, ഞാൻ നിൻ്റെ അടുത്ത് ഒരു കാര്യം പറയാനായിട്ട് വന്നതെന്ന് പറഞ്ഞാൽ ഹീറോ എന്തോ പ്ലാൻ ചെയ്യണതാണ്. അത് നമ്മളെ കേൾപ്പിക്കുന്നില്ല. അവിടെ സീൻ കട്ട് ചെയ്തിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഹീറോയിൻ രാവിലെ എണീറ്റ് വരുമ്പോൾ ഹീറോ പുറത്തിരിക്കുകയാണ്. അപ്പോൾ ഹീറോയെ കണ്ടിട്ട്, ഓ രാത്രി എന്തൊക്കെയോ പരിപാടിയൊക്കെ നടന്നു എന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ, നീ വിചാരിക്കുന്ന പോലെ ഞങ്ങൾക്കിടയിൽ ഒന്നും നടന്നില്ല, ഞാൻ ചുമ്മാ ജസ്റ്റ് അവിടെ കാണാൻ പോയെന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോയിനും ഇതേപോലെ ആരാണീ എന്ന് പറഞ്ഞിട്ട് ആ ഒരു നേരത്തെ കട്ട് ചെയ്ത ആ പേര് തന്നെയാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ അവളുടെ പേര് പറയരുത്. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ പാടില്ലാത്തത്, അവൾ എന്താ ചെയ്യുന്നതെല്ലാം പറയുമ്പോൾ, അവളെൻ്റെ പഴയ ഒരു കളിക്കൂട്ടുകാരിയായിരുന്നു, ഞങ്ങൾ തമ്മിൽ കല്യാണമൊക്കെ ഭാവിയിൽ ഉറപ്പിച്ചായിരുന്നു, പക്ഷേ ഞങ്ങളുടെ ശത്രു രാജ്യത്തെ രാജാവായിട്ട് അവളെ കല്യാണം കഴിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോയിനും, ഇനി ഒരു പക്ഷേ ഞാനും ഇതേപോലെ എന്തെങ്കിലും ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ, നീയും ഞങ്ങളുടെ പോലത്തെ ശത്രു രാജ്യത്തെ പോയിട്ട് കല്യാണം കഴിക്കാമെന്ന് പറയുമ്പോൾ, അതൊന്നുമല്ല, ഞാനിപ്പോൾ പറഞ്ഞാലും നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല, ശരി വിടുന്നു പറഞ്ഞു. ഇതേ സമയം ആ ഒരു ബ്യൂട്ടിയെ നമ്മുടെ മുറപ്പെണ്ണാണെങ്കിൽ നിന്നെ ഹീറോക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് തന്നെ നിന്നെ മലയെ പുറത്തേക്ക് കൊണ്ടുപോയി നല്ല രീതിയിൽ ശുശ്രൂഷിക്കാൻ പറഞ്ഞു, അതുകൊണ്ട് നീ ഞങ്ങളോട് വരാൻ പറയുമ്പോൾ ഇതെന്തോ പന്തികേട് തോന്നി നമ്മുടെ ഹീറോയിൻ ഇടപെടുമ്പോൾ, എന്നാൽ ഇപ്രാവശ്യം അത് വഴിക്ക് പോകുന്നില്ല, അവളെ കൊണ്ട് പോകണം. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പുറകെ പോകാൻ പോകുമ്പോൾ പിടിച്ചിട്ട്, നീ ഇപ്പോൾ ഇവിടെ നിൽക്കണമെന്നല്ലത്, ഭാവിയിൽ അവൾക്ക് കിട്ടാൻ പോകുന്ന ബൾബ് അത് നിനക്ക് നീ ഇടപെട്ട് കഴിഞ്ഞാൽ അത് നിനക്ക് കാണാൻ പറ്റത്തില്ല, അത് കണ്ട് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണെന്നല്ല നമ്മുടെ പറഞ്ഞതാണ്. ഇതേ സമയം നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഒരുവിധ കൂസലും ഇല്ലാതെ സമാധാനമായിട്ട് എപ്പോഴത്തെയും പോലെ വെറുതെ ഇരിക്കുമ്പോൾ നമ്മുടെ പൂവാണെങ്കിൽ ഇതേപോലെ, നീ എന്താ വെറുതെ ഇരിക്കുന്നത്, നീ ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ഗെയിം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ആര് പറഞ്ഞു എനിക്ക് ഗെയിം കംപ്ലീറ്റ് ചെയ്ത് പുറത്തു പോകണമെന്ന്, ഇവിടെ തന്നെ ഇരുന്നാൽ മതി, അവിടെ പോയി കഴിഞ്ഞാൽ കഷ്ടപ്പെടണം, ഇവിടെയാണെങ്കിൽ സമയം ആഹാരം, ഫുഡിൻ്റെ ഡ്രസ്സ് എന്ത് വേണേലും കിട്ടും, ഞാൻ വെറുതെ തന്നെ പുറത്ത് പോകുന്നത്, ഞാൻ പുറത്തേക്കൊന്നും പോകുന്നില്ല, ഞാൻ ഇവിടെ തന്നെ ഇരിക്കുള്ളൂ എന്നെല്ലാം പറയുമ്പോൾ നമ്മൾ പോവുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, നീ ഞാൻ പറഞ്ഞ കേട്ടില്ലെങ്കിൽ ഹീറോയുടെ അമ്മാവൻ, അതായത് വയസ്സായ ആളെ കൊണ്ട് നിന്നെ കല്യാണം കഴിപ്പിക്കുന്നു പറയുമ്പോൾ നമ്മുടെ ഹീറോയിനും ഇത് കേട്ട് പേടിച്ചിട്ട്, വേണ്ട വേണ്ട, നീ എന്ത് പറഞ്ഞാലും ഞാൻ കേട്ടോളാം, വയസ്സായ ആൾക്കൊന്നും എനിക്കിതേപോലെ വാലിയക്കാരിയായിട്ടിരിക്കാനൊന്നും പറ്റില്ലെന്ന് പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഞാൻ നിനക്കൊരു ടാസ്ക് തരാം, നീ നമ്മുടെ ഹീറോയെ കടിക്കണമെന്ന് പറയുമ്പോൾ ഹീറോയിനാണെങ്കിൽ, ഞാൻ കടിക്കാനാ ടാസ്കാ, കഴുത തന്ന ടാസ്ക് അത് ഏറ്റെടുത്തില്ല പറ്റുള്ളൂ, എന്തോന്ന് അതല്ലെന്നേ, കടിക്കണേ ഞങ്ങൾക്ക് തന്നെ ഒന്നില്ലെങ്കിൽ ഓറിയോ ബിസ്ക്കറ്റ് കൊടുത്ത് കടിക്കണം, അല്ലേ ഇപ്പോൾ ഓറിയോ ബിസ്ക്കറ്റ് ഈസ്റ്റ് ഒരിക്കലും കാലത്തില്ലല്ലോ, അല്ലെങ്കിൽ പിന്നെ സെൽഫി എടുത്ത് കടിക്കണം, അല്ലെങ്കിൽ ഫോൺ എൻ്റെ ഇല്ല, നീ പോടാ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഹീറോ തൊട്ടടുത്തുണ്ടല്ലോ, നീ ആരെ കടിക്കുന്ന കാര്യം എന്ന് പറഞ്ഞെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഹീറോയിനാണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൻ്റെ അടുത്തൊരു കാര്യവും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ് ഒറ്റയടിക്ക് നമ്മുടെ ഹീറോയെ കടിച്ച് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം. അവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മുറപ്പെണ്ണൊപ്പം ഹീറോ നടന്നു പോകുമ്പോൾ, മുറപ്പെണ്ണാണെങ്കിൽ ഇതേപോലെ നമ്മുടെ ഈ ഒരു നാട്ടിനടുത്തായിട്ടൊരു മന്ത്രവാദി വന്നിട്ടുണ്ട്, മനുഷ്യന്മാരെ കൺട്രോൾ ചെയ്യലാണ് പണിയെന്നെല്ലാം പറയുമ്പോൾ, അത് ശരി, ഈ മന്ത്രവാദിയായിട്ട് നിനക്കെന്താ കമ്പനി, അല്ല നമ്മളായിട്ട് എന്താ കമ്പനി എന്ന് ചോദിക്കുമ്പോൾ, ഈ മന്ത്രവാദിന് ചിലപ്പോൾ നമ്മുടെ ഹീറോയിനെ മനസ്സ് കൺട്രോൾ ചെയ്തിട്ട് നമ്മുടെ ഈ നാട്ടിനെ നശിപ്പിക്കാനായിട്ട് വന്നെന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ, എനിക്ക് അവളുടെ നല്ല വിശ്വാസമുണ്ട്, നീ ആവശ്യമില്ലാത്തെല്ലാം പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ നിന്നെ ഞാൻ നാട് കടത്തുന്നെല്ലാം പറഞ്ഞ് ഹീറോയുടെ മുറപ്പെണ്ണിനെ ഇതേപോലെ വാൺ ചെയ്ത് നമ്മുടെ ഹീറോയിൻ കുറേ നാൾക്ക് ശേഷം നമ്മുടെ ആ ഒരു സുന്ദരിയെ കണ്ടിരിക്കുകയാണ്. അവളുടെ അടുത്ത്, നിന്നെ ഇതേപോലെ മുറപ്പെണ്ണ് കൊണ്ടുപോയിട്ട് ഉപദ്രവിച്ചോ എന്നെല്ലാം ചോദിക്കുമ്പോൾ അവളാണെങ്കിൽ ഇല്ലില്ല, അതിന് മുന്നേ ഹീറോ വന്ന് രക്ഷിച്ചു എന്നെല്ലാം പറഞ്ഞാണ്. ശേഷം അവളാണെങ്കിൽ ഞാനിപ്പോൾ പ്രഗ്നൻ്റ് ആണെന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ തെറ്റിദ്ധരിക്കുന്നതാണ് ഹീറോയെ, കാരണം അന്ന് ഒന്നും നടന്നില്ലെന്നാണല്ലോ പറഞ്ഞത്, അതെല്ലാം ആലോചിച്ചിട്ട്. പക്ഷേ ഇതേ സമയം പുറത്ത് നിന്നിട്ട് മുറപ്പെണ്ണ് ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അവളാണെങ്കിലോ ഇതേപോലെ മരുന്ന് കലക്കിയിട്ട് അബോർഷൻ ചെയ്യാനുള്ള മരുന്ന് കൊടുക്കുകയാണ്. അങ്ങനെ അപ്പോൾ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ഇതേപോലെ നമ്മുടെ സുന്ദരി ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോയെ വന്നിട്ട്, ആരാണ് എനിക്കിങ്ങനെ ചെയ്തത്, എന്തായാലും ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു തീരുമാനം എടുക്കുന്നുണ്ട്, എത്രയും പെട്ടെന്ന് ആളെ കണ്ടുപിടിക്കുന്നെല്ലാം പറയുമ്പോൾ മുറപ്പെണ്ണാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളെ സഹായിക്കാം. ശേഷം നമ്മുടെ സുന്ദരിയുടെ അടുത്ത് വന്നിട്ട്, നിനക്ക് അവസാനമായിട്ട് ഭക്ഷണം ആരാന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ സൂപ്പ് തന്നു പറയുമ്പോൾ, അപ്പോൾ ഒന്നും ഇങ്ങനെ ആലോചിക്കാനില്ല, അവൾ തന്നെയാണ് ഇതെല്ലാം ചെയ്തത്, ഞാൻ എപ്പോഴേ പറഞ്ഞല്ലേ എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു സുന്ദരിയാണെങ്കിൽ മാന്യമാവാൻ ശ്രമിക്കുന്നത്. അതേസമയം നമ്മുടെ ഹീറോ ആണെങ്കിൽ അവൾ ട്വിസ്റ്റഡാണ്, ആരാണ് തെറ്റ് ചെയ്തതെന്ന് എനിക്കറിയാമെന്നെല്ലാം പറഞ്ഞ് നമ്മുടെ ഈ ഒരു മുറപ്പൻ്റെ അടുത്ത് പറഞ്ഞാണ്, അതിന് അവൾക്ക് ഇതേപോലെ ഒരു ഇതും ഉണ്ടായിരുന്നില്ല, പ്രഗ്നൻറ്റും അല്ലായിരുന്നു, ഇത് ഞങ്ങളിട്ട പ്ലാനായിരുന്നു. അന്ന് രാത്രി നടന്ന പ്ലാനും കാണിക്കുന്നതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ആ പ്ലാൻ നമ്മളെ കാണിച്ചില്ലല്ലോ, അതാണിത്.
ഇതേ സമയം നമ്മുടെ ഹീറോയിൻ ഇത് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇതേപോലെ പറപ്പണ്ണിൻ്റെ അടുത്ത് അതുകൊണ്ട് തന്നെ ഞാൻ സ്പൈയെ വെച്ചു, ആ സ്പൈ മുഖാന്തരം നീ ഇതേപോലെ അബോട്ട് ചെയ്യാനുള്ള മരുന്ന് വാങ്ങി എന്നെല്ലാം പറഞ്ഞാണ്. അപ്പോഴേക്കും പെട്ടുപോയല്ലോ. ഇനി മറപ്പൊന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മൈലോഡ് എന്നോട് ക്ഷമിക്കണം മൈലോഡ്, നിങ്ങളോടുള്ള യഥാർത്ഥമായ പ്രണയം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തതെന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ എന്തോന്ന് അബോട്ട് ചെയ്യാനുള്ള മരുന്ന് കൊടുത്തോ. ഇത് ഞങ്ങൾക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് ജാഗ്രതയോടുകൂടി നിന്നു, അല്ലായിരുന്നെങ്കിലോ അവൾ മരിച്ചു പോയനെ. എന്തായാലും നിനക്ക് ഞാൻ ജയിലാണ് തരാൻ പോണെന്നല്ല നമ്മുടെ ഹീറോയും ഇതേപോലെ അവൾക്ക് ജയിൽ ശിക്ഷ കൽപ്പിക്കുന്നതാണ്. നമ്മുടെ ഊവാണെങ്കിൽ ഹീറോയിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവല്ലോ, നീ ഇതേപോലെ മുറപ്പെണ്ണ തടയരുത്, അവൾക്ക് കിട്ടാൻ പോകുന്ന പണി നിനക്ക് കാണാൻ പറ്റില്ല എന്നല്ല. അതാണിത്. ശേഷം നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോയിൻ്റെ അടുത്തേക്ക് തന്നെയാണ്. അപ്പോൾ ഹീറോയിൻ ആണെങ്കിൽ ഇതിനകത്തേക്ക് കയറാൻ പറ്റത്തില്ല, എന്താണെങ്കിലും പുറത്തുനിന്ന് സംസാരിച്ചോളാൻ പറയുമ്പോൾ ഓഹോ നീ എന്താ പറയുന്നത്, നീ എൻ്റെ വെറും കോൺകുപ്പൈനാണ്. കോൺകുപ്പൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാല്യക്കാരുടെ ഇംഗ്ലീഷ് മീൻസ് അങ്ങനെ ഒരു ഇതിൽ വന്നതാണ്. കോൺകുപ്പൈനാണ്, അപ്പോൾ എനിക്കതിനുള്ള അധികാരമല്ലാണ്ടെന്ന് പറയുമ്പോൾ അതൊക്കെ ഓക്കെയാണ്. അകത്തേക്ക് വന്നിട്ട് ഹീറോയിൻ ആണെങ്കിൽ രാത്രി നമുക്ക് കിടക്കാം, പക്ഷേ ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടു വെച്ചിട്ട് ഇതിനപ്പുറത്തേക്ക് നീയോ അതിനപ്പുറത്തേക്ക് ഞാനോ വരത്തില്ല എന്നെല്ലാം പറയുമ്പോൾ നീ എന്നെക്കുറിച്ച് എന്താ വിചാരിച്ചേ, ഞാൻ വലിയ മാന്യനാന്നെല്ലാം പറഞ്ഞാണ്. അവിടെ നിന്ന് സീൻ കെട്ടിന്നിട്ട് പിറ്റേ ദിവസം നമ്മുടെ ഹീറോയിനും ചേർന്ന് അവിടെ ഇങ്ങനെ ഇരിക്കുന്നതാണ്. അപ്പോൾ ഹീറോ ആണെങ്കിൽ ഹീറോയിൻ്റെ അടുത്ത് നമുക്ക് കല്യാണം കഴിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ പെട്ടെന്ന് അവിടെ പ്രത്യക്ഷപ്പെടുന്നതാണ്. നീ യെസ് പറ, എന്നാൽ മാത്രമേ നമുക്ക് ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇതേപോലെ നിൻ്റെ ഓർഡിലേക്കും എനിക്ക് ഇവിടെ രക്ഷപ്പെടാനും പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ എനിക്കതിന് സാധിക്കത്തില്ല, എനിക്കത് ഇവിടെ ഇഷ്ടമെന്നെല്ലാം പറയുന്നത്. അപ്പോൾ നമ്മുടെ ഹീറോക്കാണെങ്കിൽ കൂനെ കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഹീറോ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിനാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ വിശ്വസിക്കുകയില്ലെന്ന് അറിയത്തില്ല, പക്ഷെ ഞാൻ പറയുന്നത് സത്യമാണ്. ഞാൻ ഈ ഒരു ലോകത്തുള്ളതല്ല, ഞാൻ മോഡേൺ ലോകത്തു നിന്നാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നതെല്ലാം പറഞ്ഞിട്ട് ഗെയിമിനെ പറ്റിയുള്ള കാര്യങ്ങളൊന്നും പറയാതെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മുടെ ഹീറോയിനെ കണ്ടുമുട്ടി തന്നെയാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹീറോയിൻ പറഞ്ഞ ഈ കാര്യവും വിശ്വസിച്ചിട്ട് നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഞാനും നിൻ്റെ ഒപ്പം അങ്ങോട്ടേക്ക് വരാം, പക്ഷേ ഇപ്പോൾ എനിക്ക് സാധിക്കത്തില്ല. ഒരു രാജാവായതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ രാജ്യത്തെ ജനങ്ങളെല്ലാവരെയും വിഷമത്തിലിട്ടിട്ട് വരാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്തിട്ട് നമുക്ക് പോകാമെന്ന് പറയുമ്പോൾ ഹീറോയിനും ഓക്കെ പറയണേണ്. അങ്ങനെ തന്നെ നമ്മുടെ ഹീറോയുടെയും ഹീറോയിൻ്റെ ഇടയിൽ ഒരു വലിയ ബോണ്ട് ഇങ്ങനെ ഉരുവായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം നിങ്ങൾക്കറിയാലോ, ഹീറോയിൻ ഒന്ന് ചേർന്നാൽ തന്നെ നെക്സ്റ്റ് ഒരു വില്ലത്തി ഉണ്ടാവും, അല്ലെങ്കിൽ വില്ലൻ ഉണ്ടാവും. സോ ഇവിടെ ഒരു വില്ലത്തിയായിട്ട് അവതരിച്ചിരിക്കുന്നതാണ്. പക്ഷേ ആ വില്ലത്തി ഡയറക്റ്റ് മുഖം കാണിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഹീറോയുടെ പഴയ ഒരു കളിക്കൂട്ടുകാരിയും പ്രണയിനിയെല്ലാം, അവൾക്ക് കറക്റ്റായിട്ടൊരു പേര് എനിക്ക് കിട്ടിയിട്ടുണ്ട്, യക്ഷി. അവളാണെങ്കിൽ നമ്മുടെ ഈ ഒരു മുറപ്പെണ്ണ് പറഞ്ഞ പോലെ തന്നെ ആത്മാക്കളെ കൺട്രോൾ ചെയ്യുന്ന ഒരാൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ഒരു രൂപത്തിൽ തന്നെ നമ്മുടെ സുന്ദരിയുടെ ആത്മാവിനെ കൺട്രോൾ ചെയ്തിട്ട് അവളുടെ ആത്മാവ് അങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ ബ്ലാക്ക് കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ഇരിക്കുന്നത്. അതുമാത്രമല്ല ഇവളെ ആ ഒരു ഇതിലേക്ക് വന്നതോടുകൂടി ഹീറോനെ ശരിക്കും വശീകരിച്ചെടുത്തേക്കുന്ന രീതിയിൽ വന്നേക്കുന്നതാണ്. നമ്മുടെ ഹീറോയുടെ മാക്സിമം അകറ്റുന്നതാണ്. അതേപോലെ ഹീറോയിൻ എന്ത് പറഞ്ഞാലും വിശ്വസിക്കാതെ ഇവള് പറയുന്നത് മാത്രം വിശ്വസിക്കത്തുള്ളൂ. നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഈ ഒരു വിഷമങ്ങളെല്ലാം നമ്മുടെ ഊഴെടുത്ത് പറഞ്ഞിട്ട് ഇനി ഞാൻ എന്ത് ചെയ്യാനാ, ഒരു രീതിയിലും ഹീറോയുടെ അടുത്തേക്ക് അവളാണെങ്കിൽ അടുപ്പിക്കുള്ള എന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ ഊവാണെങ്കിൽ എനിക്ക് നിന്നെ ഇതിൽ സഹായിക്കാനൊന്നും പറ്റത്തില്ല, പക്ഷേ ഞാൻ നിനക്ക് ടാസ്ക് തന്നുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞിട്ട് നീ ഇനി നേരെ ചെന്നിട്ട് അവളുടെ മുഖത്തൊരെണ്ണം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അതിന് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അതെങ്ങനെ ചെയ്യാൻ പറ്റും, കാരണം ഹീറോ ആണെങ്കിൽ അവളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും ഒരു ബോഡി ഗാർഡിനെ പോലെ. ഞാനെങ്ങനെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മുറപ്പെണ്ണിൻ്റെ വിധി തന്നെ ആയിരിക്കും, എനിക്ക് എന്നെയും പിടിച്ച് ജയിലിലിടുന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ പോവാണെങ്കിൽ ഫോഴ്സ് ചെയ്തിട്ട് നമ്മുടെ ഹീറോയിനെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കാനായിട്ട് ടാസ്ക് ചെയ്യിപ്പിക്കാനായിട്ട് നിർബന്ധിക്കുകയാണ്. വേറെ വഴിയില്ലാതെ നമ്മുടെ ഹീറോയിനും നേരെ ചെന്നിട്ട് അവളുടെ മോന്തക്കുറം കൊടുത്തിട്ട് നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്നിൽ നിന്ന് ഹീറോയെ ഇതേപോലെ അകറ്റൂന്നെല്ലാം പറയുമ്പോൾ അവളാണെങ്കിൽ മൈലോട്ട് കണ്ടോ, നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ അവളെന്നെ ഇങ്ങനെ ചെയ്തെന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോയും എന്താണ് നീ കാണിക്കുന്നത് എല്ലാം പറയുമ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇതിനു മുന്നേ നിങ്ങൾ എന്നെ എങ്ങനെയായിരുന്നു കൊഞ്ചിച്ച് താഴെ പോലും വെക്കാതെ നടന്നതല്ലേ, അവൾ വന്നതോടുകൂടി അവളുടെ ഭാഗത്തേക്ക് തന്നെ പോയെന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ അവളില്ലായിരുന്നുവെങ്കിൽ ഇതേപോലെ ബോർഡർ നമ്മുടെ രാജ്യം തോറ്റുപോയെന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഓഹോ അങ്ങനെയാണോ, നിങ്ങൾക്ക് രാജ്യമാണല്ലോ ഏറ്റവും മുഖ്യം, നിങ്ങളിപ്പോൾ പറയണം രാജ്യമാണോ വേണ്ടത് എന്നെയാണോ വേണ്ടതെന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ നീ ഇപ്പോൾ ഇവിടുന്ന് പോയില്ല എങ്കിൽ എനിക്ക് കടുത്ത ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും എന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ ഹീറോയിനും വിഷമിച്ച് ആകെ മനസ്സുടഞ്ഞ് നേരെ ഈ കാര്യങ്ങളെല്ലാം ഓവിൻ്റെ അടുത്തും പറഞ്ഞു കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു യക്ഷിയാണെങ്കിൽ ഇപ്പോൾ ഹീറോയുടെ അടുത്തേക്ക് കൂടിയിരിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ഹീറോയെ നശിപ്പിച്ചിട്ട് ഹീറോയുടെ ആ സാമ്രാജ്യം അവളുടെ കയ്യിലാക്കിയിട്ട് ആ ഒരു രാജ്യം അവൾക്ക് ഭരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവളും ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. നമ്മൾ പോവാണെങ്കിൽ നിന്നെ സഹായിക്കാൻ പറ്റിയ ഒരാളുണ്ടെന്ന് പറഞ്ഞിട്ട് ജയിലിൽ കിടക്കുന്ന നമ്മളുടെ ഈ ഒരു മുറപ്പെണ്ണിൻ്റെ അടുത്തേക്ക് നമ്മുടെ ഹീറോയിനെ പറഞ്ഞു പോകണം. ഹീറോയിൻ അവളുടെ അടുത്ത് ചെന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഇതേപോലെ നിന്റെ
ചേട്ടൻ ബോർഡറിലില്ലേ ലെറ്റർ അയച്ചിട്ട് അവിടെ എന്താണ് യഥാർത്ഥമായി സംഭവിക്കുന്നതെന്ന് അറിയാൻ പറയുമ്പോൾ ആദ്യമൊക്കെ നമ്മുടെ ആ ഒരു മുറപ്പെണ്ണ് വേണ്ട വേണ്ടെന്നെല്ലാം പറയും, അതിനൊന്നും ഏകാലത്ത് അടുക്കുന്നില്ലെങ്കിലും അവസാനം അതിന് വേണ്ടിയിട്ട് സമ്മതിക്കുകയാണ്. ഇതെല്ലാം നമ്മുടെ ആ ഒരു യക്ഷി മണത്തറിഞ്ഞിട്ട് നൈസായിട്ട് ആ ഒരു ആഹാരത്തിൽ വിഷം വെച്ച് നമ്മുടെ മുറപ്പെണ്ണിനെ കൊല്ലുകയാണ്. ശേഷം ഇതറിഞ്ഞ് ഹീറോ വരുമ്പോൾ ഹീറോയിനാണ് ഇത് ചെയ്തെന്നെല്ലാം പറഞ്ഞിട്ട് അവസാനമായിട്ട് അവളാണ് കാണാൻ വന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ ഹീറോയിൻ വിശ്വസിക്കുന്നില്ല. നമ്മുടെ ഹീറോ ആണെങ്കിൽ ഒരു കറക്റ്റായിട്ടുള്ള ഒരു തെളിവില്ലാതെ ഞാൻ വിശ്വസിക്കുന്നില്ല എന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ ഈ ഒരു യക്ഷിയാണെങ്കിൽ പറഞ്ഞാണ് തെളിവല്ല വേണ്ടത്, ഞാൻ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അച്ഛനെ അങ്ങോട്ട് വിളിക്കുന്നതാണ്. പുള്ളി പ്രൈം മിനിസ്റ്റർ ആണല്ലോ. നേരെ വന്നിട്ട് ഇതേപോലെ നമ്മളുടെ ഈ ഒരു യക്ഷിയാണെങ്കിൽ വരുമ്പോൾ തന്നെ പറഞ്ഞാണ് നിങ്ങളുടെ മോക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്, ഏതോ ഒരു ആത്മാവ് കൂടിയിട്ടുണ്ട്, പോയി നോക്കാൻ പറയുമ്പോൾ അദ്ദേഹം ഒരു ചെറിയ കൊച്ചായിട്ടാണ് വന്നിരിക്കുന്നത്. നേരെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ അച്ഛനാണെന്ന് അറിയത്തില്ലല്ലോ, വന്നോ ഇവിടെ ഇരിക്കുന്നില്ല പറയുമ്പോൾ നിനക്കത് എത്ര മര്യാദ, ഞാൻ ഈ നാടിൻ്റെ പ്രൈം മിനിസ്റ്റർ ആണെന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഓ അച്ഛനാണല്ലോ എന്നെല്ലാം ആലോചിച്ചിട്ട് ആ അച്ഛൻ എവിടെ ഇരിക്കുന്നു പറഞ്ഞിട്ട് ഇതാരാണെന്ന് നിനക്കറിയാമെന്ന് ചോദിക്കുമ്പോൾ ഇത് എൻ്റെ ഏറ്റവും ഇളയ അനിയത്തിയല്ലേ, വാ മോളെ എന്തായി നമ്മൾ കുറേ നാളെ കണ്ടിട്ടില്ലെന്നെല്ലാം പറയുമ്പോൾ അദ്ദേഹം ആണെങ്കിൽ മാറ്റി നിർത്തിയിട്ട് ഇത് പ്രൈം മിനിസ്റ്ററുടെ എൻ്റെ മകളൊന്നും അല്ല, ഇത് മിനിസ്റ്ററുടെ മകളാണ്, നീ ഈ പെങ്കൊച്ചിനോടൊപ്പം എത്ര കൂടെ കളിച്ചേക്കുന്നു, അപ്പോൾ നീ എൻ്റെ മോളല്ല എന്നെല്ലാം പറഞ്ഞ് ആ ഒരു അച്ഛനും സാക്ഷി പറഞ്ഞാണ്. അത്ര തന്നെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ മുതുക്ക് പെടൽ പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വേറൊരു ഇതില്ലാതെ കൊണ്ട് തന്നെ നമ്മുടെ ഹീറോയിനെ പിടിച്ച് ജയിലിടുന്നതാണ്. ഹീറോയിനാണെങ്കിൽ ഒരു എന്താ പറയുക കുറ്റവാളിയെ കിടന്ന ഡ്രസ്സാണെന്ന് എനിക്ക് തോന്നുന്നത്, നൈറ്റ് ഡ്രസ്സ് പോലെയാണ് എനിക്ക് തോന്നുന്നത്. അത് കണ്ടിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ക്യൂട്ടി, വാടാന്ന് പറഞ്ഞിട്ട് അവനെ ക്യൂട്ടിന്ന് വേറെ ചില പേര് കൂടി നമ്മുടെ ഹീറോയിൻ ഇട്ടിട്ടുണ്ട്. നമുക്കെന്തായാലും തന്നെ പറയാം അങ്ങോട്ടേക്ക് വന്നെയാണ്. അപ്പോൾ ഹീറോയിനാണെങ്കിൽ എങ്ങനെയെങ്കിലും എന്നോട് രക്ഷിക്കണമെന്നെല്ലാം പറയുമ്പോൾ ആണെങ്കിൽ നിന്നോട് ഞാൻ മലയാളത്തിൽ പറഞ്ഞാണ്, ആദ്യം ആ ഹീറോ അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ നീ അവൻ്റെ വാക്ക് കേട്ടിട്ട് അവൻ്റെ എംപ്രസ് ആയിരുന്നു വെച്ചെങ്കിൽ ഇപ്പോൾ പണ്ടൊക്കെ ഉണ്ട് നിനക്ക് മോഡേൺ വേൾഡിലെത്തായിരുന്നു, നീ ഇവിടെ തന്നെ കിടടി. എനിക്ക് ഇതേപോലെ വേറൊരു രാജ്യത്ത് ഒരു പെണ്ണ് ഇതേപോലെ വിഷം കുടിച്ചിട്ടുണ്ട്, അവളെ ഞാൻ മോഡലായിട്ട് എടുത്തോളാം, അവളെ കൊണ്ട് ഞാൻ കിങ്ങി വിജയിപ്പിച്ചോളാം എന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ ഹീറോയിൻ ആടാ നീ പോടാന്നാറി, നീ എന്താന്ന് വെച്ചാൽ പോയി ചെയ്യടാന്നെല്ലാം പറഞ്ഞാണ്. എന്നാലും അവൻ പോയ ശേഷവും നമ്മുടെ ഹീറോയിനാണെങ്കിൽ വാടാന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോ അങ്ങോട്ടേക്ക് വന്നെയാണ് ആ സ്ഥാനത്ത്. ഹീറോ വന്നപ്പോൾ തന്നെ ഹീറോയിൻ കണ്ടിട്ട് എന്തിനും ഇങ്ങോട്ടേക്ക് വന്നേ, എന്നെയും ജയിലിൽ പിടിച്ചിട്ടല്ലേ, പിന്നെ എന്തിനും എന്നോട് ഇങ്ങോട്ടേക്ക് വന്നേ, സഹതാപം കൊണ്ടാണെന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ എനിക്കറിയാം നീ ഇതൊന്നും ചെയ്തിട്ടില്ലാന്ന്, പക്ഷേ എനിക്ക് നിന്നിപ്പോൾ രക്ഷിക്കണം. ആ യക്ഷി ഭയങ്കര രീതിയിലാണ് കളിക്കുന്നത്, ഞാൻ ആ സമയത്ത് ജയിലിൽ പിടിച്ചിട്ടില്ലായിരുന്നു വെച്ചെങ്കിൽ അവൾ എന്തായാലും നിന്നെ കൊന്നേനെ, അതുകൊണ്ട് നിന്നെ എനിക്ക് സേഫ് ആക്കണം. എൻ്റെ മുറപ്പെണ്ണിനെ കൊന്നത് അവളാണെന്ന് എനിക്കറിയാം, പക്ഷേ അതിന് തെളിവില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്, അതുകൊണ്ട് നിന്നെ കൂടി എനിക്ക് രക്ഷിച്ചാൽ മതിയാവും എന്നെല്ലാം പറഞ്ഞാണ്. അതേപോലെ തന്നെ എനിക്കെല്ലാ സത്യം അറിയാം, നീ തൽക്കാലത്തേക്ക് നിൻ്റെ മോഡേൺ വീട്ടിലേക്ക് പോ, നിന്നെ തേടി ഞാൻ എന്തായാലും അവിടെ വരുമെന്ന് പറയുമ്പോൾ ഹീറോയിനാണെങ്കിൽ അപ്പോൾ എന്നെ വിട്ടിട്ട് പോകണമെന്നെല്ലാം പറയണാണ്. ഞാൻ ഒരിക്കലും ഇങ്ങോട്ടിട്ട് പോകത്തില്ല, ഞാൻ എന്തായാലും വരുമെന്ന് പറയണം. ഹീറോയിന് ഈ കാര്യം സത്യമെല്ലാം മനസ്സിലായതുകൊണ്ട് തന്നെ ഹീറോയെ കെട്ടിപ്പിടിച്ചിട്ട് നിങ്ങൾ വരുമല്ലേ ആന്നെല്ലാം പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോയിനെ ജയിലിൽ നിന്ന് ഓപ്പൺ ചെയ്ത് റിലീസ് ചെയ്ത് വിടുന്നതാണ്. അത് മാത്രമല്ലാതെ നമ്മുടെ ഹീറോയുടെ രാജ്യം എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നുള്ളൊരു മനസ്സിലാണ് പോണത്. എന്നാൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ പോയി പെടുന്നത് ശത്രുക്കളുടെ പക്ഷമാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ യക്ഷിയുടെ ടീംസ്. അപ്പോൾ യക്ഷിയുടെ ടീംസ് ആണല്ലോ ഇവരെ പിടിച്ചു വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ യക്ഷിയും ഇത് അറിയണതാണ്. അവളാണെങ്കിൽ ഹീറോയുടെ അടുത്ത് ഇതേപോലെ എനിമീസിൻ്റെ അടുത്ത് അവൾ പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് അവളുടെ കാര്യം തീർന്നു, എന്തായാലും അവൾ ഇതേപോലെ ജയിലിൽ ചടിപ്പോയെന്നല്ലാതെ പറയുമ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ എന്തു വന്നാലും അവൾ ഈ രാജ്യത്തെ കുറ്റവാളിയാണ്, ഒരു കാരണവശാലും ശത്രുരാജ്യത്തിൻ്റെ കൈകൊണ്ട് അവൾ മരിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയും വേഷം മാറി അങ്ങോട്ടേക്ക് പോകണാണ്. എന്നാൽ ഇവിടെ നമ്മുടെ ഹീറോയിൻ ആരാന്നറിയാലോ, പുലിയാണല്ലോ. അവിടെയുള്ള ബാഡ് ബോയ്സിൻ്റെ അടുത്ത് എൻ്റെ കയ്യിൽ കുറച്ച് വൈൻസൊക്കെ ഉണ്ട്, സോ നമുക്ക് എൻജോയ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് ആ ഒരു വൈൻ കൊടുത്ത് അവരെയൊക്കെ കുടിപ്പിച്ച് കിടത്തണാണ്. ശേഷം നമ്മുടെ ഹീറോയിന് വീഴാൻ പോകുമ്പോൾ ഹീറോ നേരെ ഓടിച്ചെല്ലുന്ന പിടിക്കണാണ്. അതേ സമയത്ത് അവരുടെ തന്നെ വേറെ ആളാണെങ്കിൽ പോയിസൺ ഉള്ള അമ്പാണെങ്കിൽ നമ്മുടെ ഹീറോയുടെ നേരെ വിടണാണ്. പിന്നീട് എന്താ കാണിച്ചത് നമ്മളെ കാണിക്കുന്നില്ല. അവിടുന്ന് സീൻ കട്ട് ചെയ്തിട്ട് ഹീറോ ഇല്ലാത്ത നേരം നോക്കിയിട്ട് ആ യക്ഷിയാണെങ്കിൽ ഹീറോയുടെ റൂമിൽ വന്നിട്ട് അവിടുത്തെ പ്രധാന എന്താ പറയുക എംബർമാരാവാനായിട്ടുള്ള ഒരു പത്രികയുണ്ട്, അതെടുത്ത് കയ്യിൽ വെച്ചിട്ട് ഞാനാണ് ഇനി മുതൽ ഇവിടുത്തെ എംബേഴ്സ് എന്നെല്ലാം പറഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ ഹീറോയുടെ ഒരു അങ്കിളുടെ കാര്യം പറഞ്ഞായിരുന്നല്ലോ, ഓൾഡ് മാൻ, നമുക്ക് ഈ ഓൾഡ് മാൻ വിളിക്കാം. പുള്ളിക്കാരനോട് കയറും ചന്തി കാണിക്കാന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ എൻ്റെ ആളുകൾ ഇതിനകം തന്നെ നിങ്ങളുടെ കിങ്ങിനെ തീർത്തിട്ടുണ്ടാവും, സോ ഈ രാജ്യം എനിക്ക് സ്വന്തമാണെന്ന് പറയുമ്പോൾ തന്നെ ഈ ഓൾഡ് മാൻ ആണെങ്കിൽ അപ്പുറത്തേക്ക് തിരിയണാണ്. അപ്പോൾ തന്നെ താഴെ മുട്ടുത്തിരുന്നിട്ട് അയ്യോ അങ്ങനെ ചെയ്യരുത്, എന്നെ ഈ ഒരു പോസ്റ്റിൽ നിന്ന് മാറ്റരുത്, ഞാനിപ്പോൾ നീ എന്നെ ഈ പോസ്റ്റിൽ തന്നെ നിലനിർത്തുവാണെങ്കിൽ ബാക്കിയുള്ള മന്ത്രിമാരെയും കൂടി ഞാനെല്ലാം പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം എന്നെല്ലാം പറഞ്ഞ് ഒരുമാതിരി ഡ്രാമ കളിച്ച് കാല് മാറണം.
ഇത് കണ്ടിട്ട് നമ്മുടെ ഈ യക്ഷിയാണെങ്കിൽ ഓ കൊള്ളാം, അപ്പോൾ നിനക്ക് ബുദ്ധിയുണ്ട് ഓൾഡ് മാൻ, എന്തായാലും നീയാണ് ഇനി മുതൽ എൻ്റെ തലപതി എന്നെല്ലാം പറഞ്ഞാണ്, പടത്തലപതി എന്നൊക്കെ പറഞ്ഞ പോലെ മിനിസ്റ്റർ എന്ന് പറഞ്ഞാണ്. സോ നമ്മുടെ ഈ ഒരു ഓൾഡ് മാൻ ആണെങ്കിൽ കാല് മാറിയിരിക്കുകയാണ്. ഹീറോയുടെ വിശ്വസ്തൻ, ഹീറോയുടെ അമ്മാവനൊക്കെ അല്ലേ, എന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാവോ? എന്താ എന്തോ. ഇതേ സമയം നമ്മുടെ പോവും അവിടെ പ്രത്യക്ഷപ്പെടണാണ്. പുള്ളീനെ എനിക്ക് കണ്ടിട്ട് ഈ ഒരു ഡ്രാമയിൽ ഈ ഒരു ഗെയിം മാസ്റ്ററായിട്ടല്ല തോന്നിയേക്കുന്നത്, മറിച്ച് ജീം ബൂമ്പ ഫീലാണ് എനിക്ക് ഉണ്ടായിരിക്കുന്നത്. ആവശ്യമുള്ള സ്ഥലത്തും ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ പുള്ളിക്കാരൻ വന്ന് വിടും. എന്തായാലും പുള്ളിക്കാരനാണെങ്കിൽ ഹീറോക്കെതിരായിട്ട് ഇവർ ഇതേപോലെ കുതന്ത്രങ്ങൾ മെനയുന്നത് കണ്ടിട്ട് റെക്കോർഡ് ചെയ്ത് ഫോണിൽ വെക്കണാണ്, എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് പറഞ്ഞ്. അവിടെ നിന്ന് സീൻ കട്ട് ചെയ്തിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇതേപോലെ ജീവന് വേണ്ടിയിട്ട് വലിയിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു മുറപ്പെണ്ണിൻ്റെ ചേട്ടനെ ഇവിടെ കാണിക്കുകയാണ്. പുള്ളി അങ്ങോട്ടേക്ക് വന്നിട്ട്, പ്രിൻസ് കിങ്, നമ്മുടെ രാജ്യത്ത് വലിയൊരു ദുരന്തമുണ്ടാകുമ്പോഴാണ്, യുദ്ധത്തിൽ നമ്മൾ മിക്കവാറും തോൽക്കും, ശത്രുരാജ്യം നമ്മളുടെ പടയാളികളെല്ലാം വെട്ടി പറ്റിയാണ്, അവരടുത്ത് തന്നെ നമ്മുടെ തലസ്ഥാനം കൈവരിക്കും. അപ്പോൾ എനിക്ക് ഈ ഒരു രാജ്യത്തെ രക്ഷിക്കണമെങ്കിൽ കമാൻഡർ പോസ്റ്റ് തന്നെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ നിനക്ക് എന്താണ് തോന്നുന്നത് അത് ചെയ്യുക, എൻ്റെ ജനങ്ങൾ സുരക്ഷിതമായിരിക്കണം, അത്രമാത്രം എന്ന് പറഞ്ഞാണ്. ഇതേ സമയം നമ്മുടെ ഈ ഒരു ഹീറോ ആണെങ്കിൽ ഹീറോയിനെ നോക്കിയിട്ട് നിനക്ക് എൻ്റെ എംപ്രസ്സായി ഇരുന്നൂടെ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇല്ലയെന്ന് പറഞ്ഞാണ്. അപ്പോഴേക്കും അവിടെ പ്രത്യക്ഷപ്പെടണാണ്. നീ എന്താ പറയുന്നത്, നീ ഇപ്പോൾ യെസ് പറയണം, ഇല്ലെങ്കിൽ ഇവ മരിച്ചു പോയി കഴിഞ്ഞാൽ ഈ ഗെയിം ഇവിടെ തന്നെ സ്റ്റോപ്പ് ആവും, പിന്നെ എങ്ങനെ നിനക്ക് മോഡേൺ വേൾഡിലേക്ക് എനിക്ക് ഈ ഗെയിം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാണ്. അതേസമയം നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഞാനൊരു എംപ്രസ് ആയാൽ തന്നെ ഇദ്ദേഹം മരിച്ചു പോകും, സോ ഞാൻ എംപ്രസ് ആയാലും ഇദ്ദേഹം ഈ ഗെയിമിൽ ഉണ്ടാവണം, അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്താമെങ്കിൽ മാത്രം ഞാൻ എംപ്രസ് ആവാമെന്ന് നമ്മുടെ ഓരോരുത്തും പറഞ്ഞാണ്. സോ നമ്മുടെ ഓവും ഇതേപോലെ നമ്മുടെ ഹീറോയെ ജീവൻ നിലനിർത്താമെന്നെല്ലാം പറഞ്ഞാണ്. അവൾ സീൻ കട്ട് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു മുറപ്പെണ്ണിൻ്റെ ചേട്ടന് നമ്മുടെ ഹീറോ ആണെങ്കിൽ കറക്റ്റ് ടൈമിൽ ആ ഒരു പൊസിഷൻ കൊടുത്തതുകൊണ്ട് തന്നെ രാജ്യത്തെ തിരിച്ചു പിടിച്ചിരിക്കുന്നതാണ്. അവിടുന്ന് സീൻ കട്ട് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു യക്ഷിയെ നടുക്ക് നിർത്തിയിട്ട് നമ്മുടെ ടീംസ് എല്ലാം വട്ടം കൂടി എന്ന് വിചാരണ ചെയ്യണതാണ്. അവർ ചോദിക്കുമ്പോൾ അവൾ ഞാൻ യക്ഷിയല്ല എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഫോണിൽ നമ്മുടെ ഓടുത്ത ആ വീഡിയോ കാണിച്ചു കൊടുക്കുന്നതാണ്. ഇനിയും നീ കള്ളം പറയാൻ വേണ്ടി പോകണമെന്ന് പറയുമ്പോൾ അല്ല ഇതെന്തുവാന്ന് ചോദിക്കുമ്പോൾ ഇതാണ് സെൽഫോൺ, ഇതിനെക്കുറിച്ച് നിനക്ക് പറഞ്ഞു തന്നിട്ട് ഇതേപോലെ വെളിപ്പെടുത്താനൊന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ല, സോ വേറെ വഴിയില്ല എന്നൊക്കെ പറഞ്ഞാണ്. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ നീ ആരാണ്, കൃത്യങ്ങളെല്ലാം ഞങ്ങൾ അറിഞ്ഞില്ലേ, സോ നിൻ്റെ കഥ പറയാൻ വേണ്ടി പറയുമ്പോൾ തന്നെ അവളാണെങ്കിൽ ഇതേപോലെ ചെറിയ വയസ്സിൽ തന്നെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഈ രാജ്യം പിടിച്ചു വെച്ചിട്ട് എനിക്ക് ഇതിൻ്റെ രാജ്ഞിയാണെന്ന്, പക്ഷേ നിന്നെ തോൽപ്പിക്കാനാണ് വിചാരിച്ചേ, പക്ഷെ നിന്നെ തോൽപ്പിക്കാൻ സാധിക്കത്തില്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഏതൊരു രാജ്യത്തിൽ ചേർന്നിട്ട് നിന്നെ ഫീലാക്കാമെന്നെല്ലാം വിചാരിച്ചെന്ന് പറഞ്ഞാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സുന്ദരിയെ കൊന്നിട്ട് അവളുടെ ശരീരത്തിൽ കയറിയെന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ ആരെവിടെ മന്ത്രതന്ത്രങ്ങൾ കൊണ്ടുള്ള കിരീട മുൾമൂല പോലത്തെ സംഭവങ്ങൾ വെച്ചുകൊണ്ട് ഇവളെ നമ്മുടെ മന്ത്രതന്ത്രങ്ങളുടെ ജയിലിൽ പൂട്ടിടാൻ പറഞ്ഞാണ്. അവിടുന്ന് സീൻ കട്ട് ചെയ്തിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് നീ ഇനി എൻ്റെ രാജ്ഞിയാവുമെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോയിനും ആന്ന് പറഞ്ഞാണ്. ആ ഒരു ചെറിയൊരു സെക്കൻഡ് കൊണ്ട് തന്നെ നമ്മുടെ ഹീറോയിൻ ആ ഒരു ഗെയിം കംപ്ലീറ്റ് ആയി ഇപ്പോൾ പ്രസൻറ്റിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ ഹീറോയിൻ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ചുറ്റും നിറച്ച ആൾക്കാരിരിക്കുകയാണ്, ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഒരാളാണെങ്കിൽ ഇതേപോലെ നെക്സ്റ്റ് മൂവിയിൽ നിങ്ങളാണ് ഹീറോയിൻ എന്ന് പറഞ്ഞാണ്. നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ക്യൂൺ സിസ്റ്റം എന്ന് പറയുന്ന ആ ഒരു ഗെയിം നിർമ്മിച്ച ആളാണെങ്കിൽ അയാളുടെ ആ സ്ക്രിപ്റ്റ് വെച്ചിട്ട് ഹീറോയിൻ്റെ കഥ കൊണ്ട് ഒരു സിനിമ പിടിക്കാൻ വേണ്ടി പോകണതാണ്, അതിലാണ് ഹീറോയിൻ ആവുന്നതെന്നെല്ലാം പറഞ്ഞത്. അപ്പോൾ ഹീറോയിൻ ഇത് കേട്ടിട്ട് ഹീറോ ആരാണെന്ന് ചോദിക്കുമ്പോൾ അയാളാണെന്ന് പറഞ്ഞ് കാണിക്കുകയാണ്. നമ്മുടെ ഹീറോയിൻ ചിരിച്ചുകൊണ്ട് വലിയ സന്തോഷത്തിൽ നോക്കുമ്പോൾ അത് നമ്മുടെ ഹീറോ അല്ല വേറൊരാളാണ്. അപ്പോൾ തന്നെ നമ്മുടെ ഹീറോയിനും ഇതേപോലെ ഞാൻ ആ ഒരു ഡ്രാമ അഭിനയിക്കില്ല എന്ന് പറയുകയാണ്. അവിടെ നിന്ന് സീക്രട്ടായിട്ട് നമ്മുടെ പോവാണെങ്കിൽ ഹീറോയെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും വലിയ ബിഗ് ബഡ്ജറ്റ് മൂവിയിൽ നിനക്ക് ചാൻസ് കിട്ടുന്നത് നീ വേണ്ടെന്ന് പറഞ്ഞതെല്ലാം പറയുമ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇതേപോലെ നമുക്ക് സിനിമയും കാശും ഇതെല്ലാം എപ്പോഴും കിട്ടും, പക്ഷേ യഥാർത്ഥമായ പ്രണയം അങ്ങനെയല്ല, എനിക്ക് ഹീറോയെ വേണം എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയിനും ഇതേപോലെ വാശി പിടിക്കുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ പോവാണെങ്കിൽ ശരി ഞാൻ നിനക്ക് ലാസ്റ്റ് ഒരു ചാൻസ് തരാം. ഒന്നാമത്തെ ചാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗെയിമിൻ്റെ ഡയറക്ടർ പിടിക്കുന്ന പടത്തിൽ ബിഗ് ബഡ്ജറ്റ് പടത്തിൽ ഹീറോയിനായിട്ട് എനിക്ക് ആക്ട് ചെയ്യാം, അങ്ങനെയല്ലെങ്കിൽ ഞാൻ ആ ഹീറോയെ മോഡേൺ വേൾഡിലേക്ക് കൊണ്ടുവരാം എന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ അതിനെനിക്ക് ഓപ്ഷനേ വേണ്ട, ഹീറോയെ മതി എന്ന് പറഞ്ഞാണ്. ശരി അങ്ങനെയാണ് നീ പോക്കോ, ഹീറോ നിന്നെ തേടി വരുമെന്ന് പറഞ്ഞാണ്. നമ്മുടെ ഹീറോയിനും റോട്ടിൽ അവിടെ ഇവിടെ എല്ലാം ഹീറോയിനും തപ്പി നടക്കണം, എന്നാൽ ഹീറോയിനെ കിട്ടില്ല. ഹീറോനെ പോലെ ഒരാളെ കാണുമ്പോൾ തന്നെ അങ്ങോട്ടേക്ക് ചെല്ലുന്നതാണ്, എന്നാൽ അവിടെ അദ്ദേഹത്തെ കാണാനും ഇല്ല അവിടെ ചെന്നതിനപ്പോൾ. സോ വിഷമിച്ച് നമ്മുടെ ഹീറോയിൻ ഒരു ബെഞ്ചിലിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഒരാൾ കർച്ചീഫായിട്ട് തന്നെയാണ്. ആരാണ് ഈ കർച്ചീഫ് തന്നെയെന്ന് പറഞ്ഞ് തലപൊക്കി നോക്കുമ്പോൾ അത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഹീറോയെ കണ്ട അപ്പം തന്നെ മൈ ലോഡ് എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നതാണ്. അപ്പോൾ തന്നെ
ഞാൻ മയിലോടൊന്നുമല്ല, ഞാൻ ഇപ്പോൾ സാധാ ഒരു കോസ്റ്റ്യൂമിൽ നിൽക്കണമെന്ന് പറഞ്ഞാണ്. നമ്മുടെ മോഡേൺ കോസ്റ്റ്യൂമിലാണ് നമ്മുടെ ഹീറോയിൻ നിൽക്കുന്നത്. അപ്പോൾ ഹീറോയിൻ ആണെങ്കിൽ എന്ത് വന്നാലും എനിക്ക് നിങ്ങൾ മയിലോടാണെന്ന് പറഞ്ഞ് ഹഗ് ചെയ്തിട്ട് നേരെ ഒരു മനോഹരമായ ഒരു കിസ്സിങ് സീനിലൂടെ ഈ ഒരു മിനി ഡ്രാമ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഈ ഡ്രാമ? ഞാനിത് നിങ്ങളിലേക്ക് എത്തിച്ചപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല ഇത്രയും നന്നായിട്ട് എനിക്ക് ഇതേപോലെ റെസ്പോൺസ് കിട്ടുന്നു. സോ ഇനിയും ഞാൻ ഇതേപോലത്തെ മിനി ഡ്രാമ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. എന്തായാലും നെക്സ്റ്റ് നല്ലൊരു മിനി ഡ്രാമ വേണമെന്നല്ല നിങ്ങൾ പറയാം. എന്തായാലും ഇനി നെക്സ്റ്റ് ഒരു മിനി ഡ്രാമ ചെയ്യണമെങ്കിൽ തന്നെ ആ ഒരു ഡ്രാമയായിട്ട് വരുന്നവരേക്കും ഇൻട്രോ വേൾഡ് ഇറ്റ്സ് സൈനിങ് ഓഫ്. ബൈ ഗായ്സ്.